നമസ്കാരം. അയോധ്യയാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം. ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലെ അയോധ്യയെക്കുറിച്ചാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന അതേ മുഹൂർത്തത്തിൽ പുതുപ്പള്ളിക്കവലയിലെ അയോധ്യയിലും പുതിയ സംരംഭത്തിന് തുടക്കം. രാജ്യമെങ്ങും പ്രാണപ്രതിഷ്ഠ ആഘോഷിക്കുന്ന വേളയിലാണ് പയ്യപ്പാടി സ്വദേശി ഷാം പോൾ കുര്യന്റെ അയോധ്യ ഹൈപ്പർ മാർക്കറ്റിന് തിരിതെളിഞ്ഞത്. ഉറച്ച ക്രൈസ്തവ മതവിശ്വാസിയായ ഷാമിന്റെ ഉടമസ്ഥതയിൽ 23 വർഷമായി പുതുപ്പള്ളിയിൽ അയോധ്യ ബുക്ക് ഹൗസ് നടത്തിവരികയാണ്. വെന്നിമല ഭഗവാന്റെ മണ്ണിലാണ് ജനിച്ചതെന്നാണ് ഷാം പോളിന്റെ പക്ഷം. വെന്നിമല ക്ഷേത്ര ഗോപുരത്തോട് ചേർന്നാണ് വീട്. ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭകാലത്ത് ശിലാപൂജയുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുത്തു. അയോധ്യയിൽ ശ്രീരാമനൊരു ക്ഷേത്രമുണ്ടാകണമെന്ന് ആഗ്രഹം അന്നു മുതലേയുണ്ട്. അതിപ്പോൾ സഫലമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതുസംരംഭമായ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിനുള്ള ശുഭമുഹൂർത്തം ഇതുതന്നെയെന്ന് തീരുമാനിക്കുകയായിരുന്നു. അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയുടെ എന്നാണല്ലോ താങ്കളുടെ കട ഉദ്ഘാടനം. അത് എന്താണ് അതിനുള്ള ഒരു വികാരം, അതിനുള്ള ചേതവികാരം എന്തായിരുന്നു? അതൊരു നിമിത്തമാണ്. എന്നാ വെച്ചാൽ ഞങ്ങൾ കട തുടങ്ങി 23 വർഷം മുമ്പാണ് ഈ ഞങ്ങൾ ആദ്യത്തെ കട അയോധ്യ ബുക്ക് ഹൗസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. തൊട്ട അപ്പുറത്തെ വില്ലേജ്. അന്ന് ഞങ്ങളുടെ കടയുടെ പേര് അയോധ്യ ബുക്ക് ഹൗസ് എന്ന് തന്നെയായിരുന്നു. പിന്നെ അന്നുകൊണ്ട് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു കട ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് നീങ്ങണമെന്നുള്ളത്. അത് നടന്നത് ദൈവാനുഗ്രഹം കൊണ്ട് ഈ സമയത്താണ്. അപ്പം ഇതിൻ്റെ പണികളെല്ലാം തീർന്ന് കാര്യങ്ങളെല്ലാം റെഡിയായി വന്നപ്പോഴത്തേന് ഈ സമയമായി. കറക്റ്റ് ആ പ്രാണപ്രതിഷ്ഠ ആ ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഭഗവാന്റെ നിശ്ചയമാണ്. താങ്കളൊരു ഓർത്തഡോക്സ് മത വിശ്വാസമല്ലേ, ഒരു ക്രൈസ്തവ മതവിശ്വാസമല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സമയം എടുക്കുമ്പോൾ താങ്കളുടെ സമൂഹത്തിൽ നിന്ന് എതിർപ്പുണ്ടാകാം, താങ്കളുടെ കുടുംബത്തിൽ നിന്ന് എതിർപ്പുണ്ടാകാം, താങ്കളുടെ ഇടവക സ്വാഭാവികമായിട്ടും അതിനൊക്കെ വലിയ ഒരു തോതിലുള്ളൊരു എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടായിരുന്നു, അങ്ങനെ ഒരു വിയോജിപ്പ് എവിടെ നിന്നും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഞാൻ കട തുടങ്ങി 21 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഈ കടയ്ക്ക് അയോധ്യ ബുക്ക് ഹൗസ് എന്ന് പേരിട്ടപ്പോഴത്തേ ഇന്ന് സമൂഹം ഒത്തിരി മാറി ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളൊരു ഭാരതീയ സഭയായിട്ടാണ് ഓർത്തഡോക്സ് സഭ. ഭാരതീയ സഭയുടെ ഭാരതീയ ചിന്താഗതിയും ഭാരതീയ രീതിയിൽ എല്ലാ ചിന്താഗതിയും ഭാരതീയ ജീവിത രീതിയൊക്കെ അനുസരിച്ച് പോകുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. ആ വിശ്വാസങ്ങളും അതാണ്. അപ്പം ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സഭയുടെ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും ഒക്കെയാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ 23 വർഷം മുമ്പ് തുടങ്ങിയ സ്ഥാപനത്തിന് അയോധ്യ എന്ന പേരിട്ടെ. അന്ന് എതിർപ്പുണ്ടായില്ല? അന്ന് എതിർപ്പുണ്ടായില്ല. അന്ന് എതിർപ്പുണ്ടാകുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ വീടും അമ്പലത്തിൻ്റെ ഗൗരവം തൊട്ടടുത്തടുത്താണ്. വെന്നിമല ഞങ്ങളുടെ ഒക്കെ ഈ ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഇതുമൊക്കെയാണ്. അതിൻ്റെ വെന്നിമല ശ്രീരാമനല്ലേ? വെന്നിമല ശ്രീരാമനും ലക്ഷ്മണനാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ സഹകരിക്കുകയും ക്ഷേത്രങ്ങളെ തള്ളിപ്പറയുന്ന ഒരു വിശ്വാസമൊന്നുമല്ല ഞങ്ങൾ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ പുതുപ്പള്ളി പൊതുവെ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമല്ലേ പുതുപ്പള്ളി അല്ലേ? അവിടുന്ന് അവരുടെയൊക്കെ പിന്തുണ ഉണ്ട്, ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും അങ്ങനെ നിങ്ങളോട് സഹകരിച്ചു പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ് യേശുക്രിസ്തു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ സഹകരിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് കടയുടെ പേരൊന്നും ഒരു വിഷയമല്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടുള്ള വ്യക്തിപരമായ അടുപ്പാണോ അതോ നിങ്ങളുടെ കുടുംബത്തോടുള്ള അഭിപ്രായമുള്ള അടുപ്പാണോ? അങ്ങനെ നമ്മുടെ കുടുംബം പാരമ്പര്യമായിട്ട് കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞങ്ങളിതൊരു 5ാമത്തെ തലമുറയാണ്. ഞാൻ എൻ്റെ അച്ഛൻ ആണ്, അച്ഛൻ്റെ അച്ഛനും പലർക്ക് അങ്ങനെ. അച്ഛന് ഇതിനോട് വിയോജിപ്പൊന്നുമില്ല? ഇല്ല. അച്ഛനാണ് ആദ്യത്തെ കടയ്ക്കും വിളക്ക് തെളിയിച്ചതിൽ ആദ്യം വിളക്ക് തെളിച്ചത് അച്ഛനാണ്. ഈ വെഞ്ചരിക്ക് ചെയ്തോ? ഞങ്ങളുടെ ഇടവകാരിമാർ 2 പേര് വന്ന് കട വെഞ്ചരിച്ചിട്ട് അവരും അയോധ്യ എന്നുള്ള പേര് കണ്ടു. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് വ്യത്യസ്തമാണ്. കാരണം ഈ പൊതുവെ ഈ ഹിന്ദു വിശ്വാസികൾ പോലും അവൻ്റെ വിശ്വാസത്തെ പുറത്ത് കാണിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈസ്തവ പശ്ചാത്തലമുള്ള താങ്കൾ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു കട തുടങ്ങിയപ്പോൾ അയോധ്യ എന്ന് പേരിടുകയും മാത്രമല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ആ സമയത്ത് തന്നെ കട ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതൊരു ആ ധൈര്യം കേരളത്തെ ഇപ്പോഴത്തെ സമകാലീന കേരളത്തിൽ അത്ര ധൈര്യം കാണിക്കുന്നത് ചില്ലറ കാര്യമല്ല. ഇത് ശരിക്കും ഹിന്ദുക്കൾക്ക് ഒരു ഹിന്ദു വിശ്വാസികളെന്ന് പറയുന്നവർക്ക് അതൊരു പാടാകണ്ടല്ലോ, ശരിയല്ലേ? എൻ്റെ വളരെ അടുത്ത് നമ്മുടെ കണക്കൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും പുതിയ കടയ്ക്ക് ഏതാ പേരിടുന്നത് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കടയ്ക്ക് പഴയ പേര് തന്നെയാണ്, പേരൊന്നും മാറ്റുന്ന വിഷയമില്ല, ആ പേരിൽ തന്നെ അറിയപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പലര് വളരെ അടുപ്പമുള്ള വളരെ സ്നേഹത്തോടെ പറഞ്ഞു
ഇവിടെ കച്ചവടത്തിന് വേണ്ടിയല്ല നമ്മൾ പേരൊക്കെ ഇടുമ്പോഴത്തേന് ആൾക്കാരെ എല്ലാവരും ആകർഷിക്കത്തക്ക രീതിയിലുള്ള പേരിടണം. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ എനിക്ക് ശ്രീരാമന ഭഗവാനെ വിശ്വാസമൊക്കെ ഉണ്ട്. ഭഗവാന്റെ മണ്ണാണിത് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ പേര് തന്നെ ഇട്ടു. എല്ലാവരും അതിനോട് ഒരു സന്മനസ്സുള്ളവരൊക്കെ സഹകരിക്കും. ഇതുവരെ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഒന്നുമില്ല. അതൊക്കെ മാറി. അതെന്ന് വെച്ചാൽ ഈ മതപരമായിട്ട് ഈ അയോധ്യയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയം ആണ്, രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പാണ്. പക്ഷെ ഇപ്പം ലോകം അയോധ്യയെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. ലോക ജനത അയോധ്യയിലേക്ക് നോക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ അയോധ്യയിലല്ല, ഭഗവാന്റെ ജന്മഭൂമിയായ അയോധ്യയിലേക്ക് നോക്കുകയാണ്. അപ്പം മുന്നോട്ട് കൂടുതൽ ആൾക്കാർ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ ഇടാനും ഒക്കെ തയ്യാറാവും. അപ്പോൾ ഈ പള്ളിയിലെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടോ അല്ലേ? അപ്പോൾ പള്ളിയിൽ വളരെ സജീവമാണ്. ക്രിസ്ത്യൻ വിശ്വാസിയായ ഷാം പോളിന്റെ ബുക്ക് ഹൗസിൽ സരസ്വതി ദേവിക്കൊപ്പം യേശുദേവനുമായുള്ള ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്. അതേ രീതി തന്നെയാണ് പുതിയ സ്ഥാപനത്തിലും. ഷാമിന്റെ അച്ഛൻ പൗലോസ് കുര്യനും കടയിലെ ജീവനക്കാരുമെല്ലാം ചേർന്ന് 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. 16-ാം വയസ്സിൽ BMS ഭാരവാഹിയായിരുന്ന ഷാം പോളിന് 28 വർഷത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തന പാരമ്പര്യമുണ്ട്. സ്വന്തം വിശ്വാസത്തെ പോലും രഹസ്യമായി വെക്കുന്ന ഹിന്ദു വിശ്വാസികളുള്ള നാട്ടിലാണ് ഒരു ക്രൈസ്തവ മതവിശ്വാസിയുടെ പ്രവൃത്തി. ക്രൈസ്തവ മതവിശ്വാസികൾക്ക് മുൻതൂക്കമുള്ള സ്ഥലമാണ് പുതുപ്പള്ളി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വീടിന് സമീപമാണ് ഈ സൂപ്പർ മാർക്കറ്റ്.